ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഒരു വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂട് ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ഒരു സൈഡിലായിട്ട് നല്ല ഉണക്കക്കൊഞ്ച് ചേർത്ത ചമ്മന്തി നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരറ്റത്തായിട്ട് ഉരുളൻകിഴങ്ങും വഴുതനങ്ങയൊക്കെ ഒന്നിച്ചിട്ടുണ്ടാക്കി ഒരു മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല അരിനെല്ലിക്കയും കാന്താരിമുളകും കൂടെ ഉപ്പിലിട്ടത് ഒരു സൈഡിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊതിച്ചോറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 ഐറ്റമാണ് വറുത്ത മീനും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും. ഇവിടെ നമ്മൾ നല്ല നെത്തോലി പൊരിച്ചതാണ് വെച്ച് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓംലെറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കറികളെല്ലാം വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഇല നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് പൊതിഞ്ഞെടുക്കാം. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ ഈ പൊതിയൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആ വാഴയിലയുടെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും സമയം വെച്ചത്. അങ്ങനെ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മുടെ പൊതി നമ്മൾ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പൊതി അഴിച്ചപ്പോൾ നമ്മുടെ വാഴയിലയുടെ നല്ല മണം അതിനകത്തുനിന്ന് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ കറികളെല്ലാം കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ചമ്മന്തിയും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും ഒരു മീൻ വറുത്തതും ഒരു അരിനെല്ലിക്കയും എല്ലാം കൂടി ഒന്നിച്ച് വെച്ച് കഴിച്ച് നോക്കി. സംഭവം നല്ല സൂപ്പർ സാധനമായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.